യാത്രക്കാരാ, ഒന്ന് നിൽക്കണേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ഖബർസ്ഥാനിലേക്കാണ് ഞങ്ങൾ ഈ പ്രവേശിക്കുന്നത്. അവിടെ ചില ഖബറുകൾ മാർബിൾ കൊണ്ട് പണിതിരിക്കുന്നു, മറ്റു ചിലത് ഇഷ്ടികകൾ കൊണ്ട്, ഇനിയും ചിലത് മുളച്ചീന്തുകൾ കൊണ്ട് വേലി കെട്ടി സംരക്ഷിച്ചിരിക്കുന്നു. ആസാമിലെ ധുബരി ജില്ലയിലെ പാൻബാരി മസ്ജിദിനടുത്താണ് ഈ കാഴ്ച. പഴയകാലത്തെ ഏതൊക്കെയോ പ്രഭുക്കന്മാരുടെയും സൈനികരുടേതുമൊക്കെയാണെന്ന് തോന്നുന്നു പല ഖബറുകളും. ബംഗാൾ നവാബുമാരുടെയും മുഗൾ രാജാക്കന്മാരുടെയും ഒക്കെ കാലത്ത് ഈ പരിസര പ്രദേശങ്ങളിൽ കോട്ടകളും സൈനിക താവളങ്ങളും ഉണ്ടായിരുന്നു അത്രേ. വെളിപ്പാടകലെ മുഗൾ കാലത്ത് പണിത വലിയൊരു ഈദ്ഗാഹുണ്ട്. പാൻബാരി പള്ളിയെപ്പോലെ തന്നെ ഈദ്ഗാഹും മനോഹരമായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ എത്രയോ പെരുന്നാൾ നിസ്കാരങ്ങൾക്ക് ആഹ്ലാദപൂർവ്വം ഒത്തുകൂടിയവരാണ് ഈ ഖബർസ്ഥാനിൽ ഇങ്ങനെ കിടക്കുന്നത്. ഖബർസ്ഥാൻ്റെ കവാടത്തിന് തൊട്ടടുത്ത് ഒരു പീർ ഷിഹാബുദ്ദീൻ ഔലിയയുടെ ദർഗയാണ്. പഴയകാലത്ത് വലിയ സൈനിക താവളമായിരുന്ന ഇവിടം ഇപ്പോൾ ഒരു കൊച്ചു ഗ്രാമം മാത്രമായി അവശേഷിക്കുന്നു. ആളും ആരവങ്ങളുമൊക്കെ എന്നോ ഒടുങ്ങിപ്പോയിരിക്കുന്നു. കാലാന്തരങ്ങൾ കടന്നെത്തുന്ന അർത്ഥഗർഭമായ നിശബ്ദത മാത്രമാണ് ചുറ്റിലും. ഖബർസ്ഥാനു മുന്നിൽ ബംഗള ഭാഷയിൽ എഴുതിവെച്ച വാക്കുകളുടെ സാരം ഇങ്ങനെയാണ്: യാത്രക്കാരാ, ഒന്ന് നിൽക്കണേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. അവിടെ ഇറങ്ങി പ്രാർത്ഥന നടത്തി അടുത്ത കാഴ്ചകളിലേക്ക് ഞങ്ങൾ യാത്ര തുടർന്നു.